നമസ്കാരം, ഡോക്ടർ സന്ദീപ് പ്രഭാകരൻ. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഒരു 50ഓളം രോഗികളിലെങ്കിലും യൂറോലിഫ്റ്റ് സംവിധാനം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമറ്റ്ലി ഒരു 95% രോഗികളും വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കും ഈ യൂറോലിഫ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരുപാട് രോഗികൾ ഒപിയിൽ വരാറുണ്ട്, എനിക്ക് യൂറോലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും യൂറോലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സത്യസന്ധമായ ആൻസർ. കാരണം എന്ന് വെച്ചാൽ ഈ സംവിധാനം യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. യൂറോലിഫ്റ്റ് പ്രൊസീജിയറിൻ്റെ സക്സസ് എന്നുള്ളത് അതിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് പ്ലാനിങ്ങിലിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മളൊരു രോഗിയിൽ ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ ഘടന ഒന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആ രോഗിക്ക് യൂറോലിഫ്റ്റ് സംവിധാനം ഉചിതമാണോ ഉചിതമല്ലേ എന്നുള്ളത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഉചിതമായിട്ടുള്ള രോഗികളിൽ, അതായത് ഒരു 2 പ്രോസ്റ്റേറ്റിക് ലോബുകൾ വന്നിങ്ങനെ ഒക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോസ്റ്റേറ്റുകളിൽ നമുക്ക് യൂറോലിഫ്റ്റ് സംവിധാനത്തിൻ്റെ റിസൾട്ട്സ് വളരെ എക്സലൻറ്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നേരെ മറിച്ച് അതിന് ഉചിതമല്ലാത്ത രോഗികളിൽ നമ്മൾ യൂറോലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ യൂറോലിഫ്റ്റ് ഒരു വളരെ നല്ല ഉപാധിയാണ്, പക്ഷേ പ്രോപ്പർ പേഷ്യൻ്റ് സെലക്ഷൻ അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്.